പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള ചേർപ്പങ്കലിലെ പാലത്തിന്മേലാണ്. ഏറ്റുമാനൂർ പൂഞ്ഞാർ പാല ഹൈവേയിൽ നിന്നും വലത്തേക്ക് മാറി ഏതാനും മീറ്ററുകൾ മാറിയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലം ചെന്ന് ഇറങ്ങുന്നത് ചേർപ്പങ്കൽ പള്ളി ജംഗ്ഷനിലേക്കാണ്. നാലും കൂടി ഒരു ജംഗ്ഷനിലേക്കാണ് ഈ പാലം ചെന്നിറങ്ങുന്നത്. ഈ പാലത്തിനോട് തൊട്ട് ചേർന്ന് കാണുന്നതാണ് പഴയ പാലം. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പാലം 2024 ഫെബ്രുവരിയിൽ തുറന്നു കൊടുത്തതോടെ പഴയ പാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതിന്റെ ബലക്ഷയമൊക്കെ മാറ്റി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആ പാലം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് ഇനി കാൽനട ഗതാഗതത്തിന് മാത്രമേ തുറന്നു കൊടുക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. പക്ഷെ ഇത് വലിയൊരു ദുരന്തത്തിലേക്കാണ് വഴിതെളിക്കുന്നത്. ഈ പാലം ചെന്നിറങ്ങുന്ന നാലുംകൂടിയ ജംഗ്ഷൻ ഇടതുവശത്തേക്ക് മുത്തോലി ഉള്ള റോഡ്, വലതുവശത്ത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹോളി ക്രോസ് ഹൈസ്കൂൾ ചേർപ്പങ്കൽ, ഇൻഫന്റ് ജീസസ് നഴ്സറി സ്കൂൾ, ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ കോളേജ്, കൂടാതെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഭക്തജനസാഗരമാകുന്ന ചേർപ്പങ്കൽ പള്ളി എന്നിവയാണ് വലതുവശത്തുള്ളത്. നമ്മൾ നേരെ പോകുന്നത് തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ ഏറെ തിരക്കേറിയ മാർസിലോവ മെഡിസിറ്റിയിലേക്കുള്ള റോഡുമാണ്. ഇതുവഴി ബസ്സുകളും കാറുകളും ആംബുലൻസുകളും ടിപ്പറുകളും എല്ലാം നിരന്തരം ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ജംഗ്ഷനിൽ നൂറുകണക്കിന് കുട്ടികൾ ദിവസവും കടന്നു പോകുന്ന ഈ ജംഗ്ഷനിൽ യാതൊരുവിധ ഗതാഗത സംവിധാനങ്ങളോ ഗതാഗത നിയന്ത്രണങ്ങളോ സ്പീഡ് ബ്രേക്കിംഗ് സംവിധാനങ്ങളോ ഒന്നും നിലവിൽ നടപ്പിൽ വരുത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇത് വലിയൊരു ദുരന്തത്തിലേക്കാവും വഴിതെളിക്കാൻ പോവുക. കുറഞ്ഞപക്ഷം ഒരു ഗതാഗത നിയന്ത്രണത്തിനോ കുഞ്ഞുങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് ഒരു പോലീസിനെ പോലും ഏർപ്പാടാക്കാനും ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദയനീയ അവസ്ഥയാണ്. നമ്മുടെ ഭരണത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ദുരന്തമുണ്ടാകുന്നത് വരെ മുന്നറിയിപ്പുകൾക്ക് നേരെ കണ്ണടച്ചു നിൽക്കുന്ന ദുരവസ്ഥയാണ് നമ്മുടെ ഭരണ സംവിധാനത്തിനുള്ളത്. ഇനി അനേകം കുരുന്നുകളുടെ ജീവന് വില പറഞ്ഞുകൊണ്ട് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിലൊരു മാറ്റം വരികയുള്ളൂ. ഈ പാലം കഴിഞ്ഞുള്ള ചെറിയ ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് സ്ഥിരം ഇരുചക്ര വാഹനങ്ങൾ അപകടങ്ങളിൽ പെടാറുണ്ടെന്നാണ് പരിസരത്തുള്ള ചെറിയ കച്ചവടക്കാരും മറ്റും പറയുന്നത്. ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെയും അത്രത്തോളം കാലം ആ പഴയ പാലത്തിൽ കൂടി തന്നെയായിരുന്നു ഭാരവാഹനങ്ങൾ അടക്കം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഭാരവാഹനങ്ങൾ ഒഴിവാക്കി ചെറിയ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളെങ്കിലും അതിലെ കടത്തി വരുന്ന ഒരു വൺ വേ സംവിധാനം നടപ്പിലാക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി ഉയരുന്നു. എങ്കിലും വരാൻ പോകുന്ന ഈ ദുരന്തത്തിലേക്ക് അധികാരികളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ട്രാവൻകൂർ ന്യൂസ്.